പറഞ്ഞേ. ഒന്നര കണ്ടാന്ന് പറഞ്ഞാൽ ഇമാമികളെ കിതാബുള്ള അനുസരിച്ച് ഫത്വ കൊടുക്കൽ നിർബന്ധം. ഒന്ന് തന്നെ ഏറ്റവും വലിയ അതന്നെ ഏറ്റവും വലിയ സുന്നി വിരുദ്ധതല്ലേ. അത് അയാളെ ഔദ്യോഗിക ആധികാരിക പ്രഖ്യാപന, അയാളെ ആധികാരിക സൈറ്റ് വെബ്സൈറ്റിലുണ്ടത്. വേണമെങ്കിൽ തുറന്നു നോക്കിക്കാം. അലാലിമുൽ അല്ലാമ എന്നുള്ള സൈറ്റ്. കേരളത്തിലെ വഹാബികളെ ഈ കിട്ടാത്ത അതിന് നമ്മൾ പ്രത്യേകിച്ച് നേർച്ചയായിക്കോട്ടെ. കിട്ടിയിട്ടുണ്ട് പിന്നെ ഇല്ല മറുപടി പറയാൻ നേരം ഉണ്ടാവുള്ളൂ. അടുത്താഴ്ച കിട്ടുന്നല്ലോ 25-ാം തീയതി. നമുക്ക് ആളെ മുഖത്ത് നോക്കിയിട്ടല്ല നമ്മള് കാര്യം പറയാം. നമ്മള് വിഷയം പഠിച്ചനുസരിച്ച് പറയാം. അയിമല് തട്ടുന്നവര് തട്ടും, മുട്ടുന്നവര് മുട്ടും. അറബിലല്ല, കുഴപ്പമില്ല. നിങ്ങള് ഇവിടെ പറയേണ്ടി വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് അടുത്ത പിന്നെ നിയമം കയറുന്നറിയില്ല. ഒരു വിദേശി അവിടെ പോയിട്ട് അവിടെ ഒരു പിന്നെ ഗ്രാൻഡ് മുഫ്തിക്കെതിരെ കിതാബ് നിന്ന് അവിടെ നിയമതടസ്സങ്ങളൊന്നുമില്ല. നിയമതടസ്സം എനിക്ക് ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് പോകേണ്ട എത്രയുള്ളൂ, വേറൊന്നും ചെയ്യില്ല. നിങ്ങളുടെ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ഷാഫിസലായി SS ചങ്ങലയിൽ നിന്ന് ഒരു പറഞ്ഞെങ്കിൽ വരില്ല. നിങ്ങളുടെ പേര് തന്നെ ചങ്ങലയിൽ എന്റെ പേര് വെച്ചിട്ട് തന്നെ ശരിക്കും 500ഓളം പേജുള്ള കിതാബാ. മൂപ്പർക്കെതിരെ ഒരു കിതാബല്ലേ, അത് വേറെ കിതാബാണ്. അതിന്റെ ആമുഖത്തില് മൂപ്പരുടെ നയങ്ങളെ പരസ്യമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് എഴുതി മാത്രമേ ഉള്ളൂ. അല്ല, മൂപ്പർക്കെതിരായിട്ട് കിതാബ് എഴുതാൻ മാത്രം മൂപ്പരുണ്ടോ? എന്താ കിതാബിന്റെ പേര്? കിതാബിന്റെ പേര് തറാജിമു ഉലമാഇ ശാഫിഇയ്യ ഫി ദിയാറിൽ ഹിന്ദിയ. മാഷാ അല്ലാഹ്. 500 പേജോ? 478 പേജ്. മാഷാ അല്ലാഹ്. മബ്റൂക്ക്. നിങ്ങൾ മബ്റൂക്ക് ഇരുത്തല്ല. നിങ്ങൾ അല്ലല്ല വ്യക്തിപരമായി എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. അല്ല, അത് എനിക്ക് താല്പര്യമില്ലാത്തത്. അവിടെ ഒന്ന് സ്നേഹിക്കുന്നുണ്ട് ഈ പട്ടാണിപ്പോ ഈ ചെറുപ്പമൊക്കെ. പക്ഷേ ഏത് ഹബീബായിരുന്നാലും ശരി, ആ സാധനം വിറ്റിട്ടുള്ള ദുന്യാവുണ്ടല്ലോ, അത് വേണ്ട. അത് നമ്മൾ വെക്കണ്ടല്ലോ. അതിനെ നമ്മളെന്തിനാ വെക്കുന്നത്? നമ്മളിപ്പോ ആരോ നമ്മളാർക്കും വെക്കാൻ ചെയ്യുന്നില്ല എന്നല്ല, ശ്രമിക്കുന്നില്ല. വെക്കുന്നവർക്ക് നമ്മൾക്ക് തലവെച്ച് കൊടുക്കുകയും ചെയ്യുന്നില്ല. ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള നിങ്ങളൊക്കെ അധികാരത്തിലിരിക്കുന്ന ക്ലാസ് റൂമിലല്ലേ ഈ സംസാരം നടന്നത്? പുസ്തകം എന്നാൽ 500 അതല്ല. നമ്മള് രണ്ട് ധ്രുവങ്ങളും നമ്മൾ എന്ത് ചെയ്യാന്ന് കൂട്ടി വായിക്കണം. കാരണം ഇത് ഒന്നല്ലാതെ മറ്റൊരു രൂപത്തിൽ മനസ്സും ശരീരവും ആകെ ഇങ്ങനെ തരിച്ചു കുട്ടിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ തരിച്ചു പിടിച്ചിട്ട് ഓരിടയിൽ പെട്ടെന്ന് നമ്മളൊരു വിഷയം പറഞ്ഞാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ പറഞ്ഞാല് ദോഷം ഉണ്ടാകുക. അപ്പൊ നമുക്ക് അത് ആ ചർച്ച നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നമ്മളെത്താ വൈകിട്ട് വിഷയം പറയുന്നത് ഞാൻ വൈകിട്ടായിട്ട് വന്നില്ല. അതിലൊരു പ്രതിഷേധമുള്ള രൂപത്തില. പിന്നെ അതിനെ പിറ്റേന്ന് മുപ്പത് വരാൻ പറ്റുക വൈകിട്ട്. എവിടെയെങ്കിലും പോയിട്ടോട്ടെ, മൂപ്പർക്ക് വേണ്ടി നമ്മളെ ദീ വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞത് മൂപ്പര് പോയി പണി വെക്കട്ടെ. അല്ലാതെ പറഞ്ഞേക്കിങ്ങള്. അപ്പൊ ഇന്നും ആ ചർച്ച കൊണ്ടുവരാൻ നോക്കിയപ്പോ നമ്മളെ ചർച്ച തിരിച്ചു കിട്ടു. മൂപ്പരവിടെ മല പോകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. മൂപ്പരെന്തിനാണ് പോണത്? അവിടെ ഇത് ടെൻഷൻ തോന്നിയ ദിവസം നടക്കുന്ന റൂമില്ല. അപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നത്. എന്താ പറഞ്ഞാല് ഈ ദീന് പറയാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് ഗോവണത്തിന്റെ ഒരു അവസരം. അതൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാവും ഹബീബി. അവസരങ്ങൾക്ക് അല്ലാഹു തആല ഈ ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വിജയം ഉണ്ടാവും. ഇഖ്ലാസിനെ തോൽപ്പിക്കാൻ പറ്റിയ സാധനം ഇവിടെ ദുനിയാവിലില്ല. അതൊന്നുമില്ല. ഇല്ലാന്നുള്ള തെളിവല്ല നമുക്കിപ്പോ ഈ ഗവൺമെന്റ്. അയ്യോ, അന്ന് നമ്മക്കതുണ്ടേനി. ഇപ്പൊ നമുക്ക് ഒരു കുറവില്ല. ആ വിഷയത്തിൽ ഒരു കുറവില്ല. ഇപ്പൊ ഒരു 10 മാറ്റം അങ്ങോട്ട് കൂടാന്നല്ലാതെ ഇങ്ങോട്ട് ഈ ഗ്ലോബൽ വോയിസിൽ ഒരുപാട് നിരപരാധികൾ ഞാൻ പറയുന്നില്ല. കുമ്മോളിക്കൊക്കെ അയാളുടെ മുമ്പിൽ ഞാൻ പിന്നെ വേറൊരു സ്ഥാന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്ത് ആടെ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തതാണ്. എന്നിട്ട് മൂപ്പർക്കൊന്നും നേരം വെളുത്തില്ല. പിന്നെ എന്താ ചെയ്യേ? എന്തൊക്കെ സഭാഗത്ത് അയാൾ ഇന്ന് വിളിച്ചു പറഞ്ഞേ. കാര്യം കേൾക്കണോ? ഇനി കുറച്ച് ടീം ഇവിടുന്ന് പോകാൻ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. കുറച്ച് ടീമേ ഗ്രൂപ്പിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം. അതാണ് ചോദിച്ചത്, എത്ര ആളുടെ കയ്യിലുണ്ട്? കുറച്ചുണ്ട്, സംഗതി ഉണ്ട്. അല്ല, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം. നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ലിസ്റ്റാണ് ഇപ്പൊ പരതി നടക്കുന്നത്. എന്തിനാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്താ കട്ടം വിചാരിച്ചത്? അതെന്താ കാട്ടം നടന്നാൽ ആ ഒരു ലിസ്റ്റ് എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ്
അതിന് മുമ്പൊരു ഒരു പക്വമായ തീരുമാനങ്ങൾ അയാൾക്ക് ആ ആളുകളെ ഒന്നിച്ചെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തൊട്ടടുത്ത മുഷാവറ എപ്പോഴാണ് ഉണ്ടാകുന്ന വെച്ചാൽ ഒന്നുകിൽ ആ മുഷാവറയിലേക്ക് നേരിട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സദസ്സിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല. ഈ വിഷയത്തിന് ഇനി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ മാത്രമല്ല, ഇത് ഞങ്ങൾ കുറച്ചാളുകളുടെ എന്നാലും തുറന്ന് പറയാനുള്ള അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ എത്ര കാലമായി നമ്മൾ പറയാൻ തുടങ്ങി, ഇത് മാറോ? നിങ്ങൾ പറയുന്ന ഞാൻ ചോദിക്കട്ടെ ഷെർഫ്, നിങ്ങൾ പറയുന്ന കാര്യം ഉണ്ടല്ലോ, അത് ഇമാമത്ത് ആയിട്ട് നിന്നിട്ട് ഒരാൾ വാട്ടിൽ പോയി പറയാനുള്ള ചങ്കുറ്റുള്ള ആരല്ലേ? നിങ്ങൾ ഇവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായോ വിഷയം? അതാ ചോദിച്ചത്, അതാരാണ്ട് ആരുമില്ല. ഒരു വാർത്തെന്ന് പറയുന്ന ആളുകളില്ല, ഒരു വാർത്ത വാർത്ത ഓല് മാറുന്നത് ഹയറിന് വേണ്ടി ആയിക്കൊള്ളുന്നില്ല. ഓല് ചിലപ്പോ അപ്പുറത്ത് പോയാൽ കാശ് കിട്ടും, സ്ഥാനം കിട്ടും, ഒക്കെ കിട്ടും. അപ്പുറത്തിപ്പോ കിട്ടാത്ത അങ്ങനെ പോകുന്നതല്ലേ അതിനല്ലേ നമ്മൾ ഈ വിഷയം പറഞ്ഞല്ലേ അല്ല, അതൊക്കെ മറ്റൊരു കാര്യം. അങ്ങനെ പോയാൽ ഓല ദീന് ഓൽക്ക് ആശ്രയത്ത് അതൊന്നുമല്ല നമ്മളെ ചോദ്യം. ഞങ്ങളെ സംസാരാവില്ല എന്നാണ്. ഇല്ലല്ല, നമ്മൾ ഈ വിഷയത്തിൽ ഇത്രേ കാണുന്നുള്ളൂ. എന്താണ് ഇത് പറച്ചോടെ പൊടിച്ചിട്ട് ഇപ്പൊ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട്? കൽപ്പിന്റെ ഉള്ളിൽ തുറന്നു വെക്കാനൊന്നും കഴിയൂല. ജലസേചനം നിർത്തിവെക്കാനുള്ള മാർഗം അതങ്ങനത്തെ അത്ര വിഷയങ്ങൾ മാത്രം തൽക്കാലം തന്നെ. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞൊല്ലം പറഞ്ഞില്ലേ, നിർത്തിക്കൊല്ലം നിന്നാ അതാ പറയുന്നത്. അതിന് അങ്ങനത്തെ ഞാൻ പറഞ്ഞു അതിന്റെ ഇരട്ടിയായി പറഞ്ഞേ ഉള്ളൂ. അത് നമ്മള് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെന്താക്കിയിട്ട് നമ്മളിപ്പോ അയാളെന്ന് പറയും ചെയ്തു, പുസ്തകങ്ങൾ ശ്രദ്ധിച്ചിന് കുമ്പോളി എന്ന് പറയും ചെയ്തു, ഈ പുസ്തകങ്ങൾ എതിർക്കും തോറും അത് വളരുകയാണ്. എന്താ പറയുന്നത്? ഞാനേതായാലും ഇല്ല, നിങ്ങളെ കൂട്ടത്തിലില്ല. നമ്മള് നേരത്തെ പറഞ്ഞിരിക്കണം, ഈ ചെയ്യുന്ന ചണ്ടിത്തരൊക്കെ ഇനി മേലെ ആവർത്തിക്കൂലെന്ന് പരസ്യമായിട്ട് നമുക്ക് ഉറപ്പ് കിട്ടിയാൽ അന്ന് വരാം. കഴിഞ്ഞ കഴിഞ്ഞൊക്കെ നമ്മൾ വിടാം. ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കൂല എന്നൊരു ഉറപ്പ് നമുക്ക് തന്നാൽ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നിന്ന് തന്നെ പറയും, സുന്നത്തുമായിട്ട് പറയും. ഗ്ലോബലിൽ വരുന്നുണ്ട് ദിവസം ഇത് ബാക്കി പക്കറല്ലേ? അല്ലല്ല, അങ്ങനെയാണ് നമ്മൾ അതായത് മറ്റുള്ള ആളുകളിൽ നിരുത്സാഹപ്പെടില്ല. ചാനലിലെ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വളരെ ഇത്രയൊക്കെ എങ്ങനെ നോക്കിയേ, ഇത്രയൊക്കെ വിഷയങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളും അനുകൂലമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ എത്രത്തോളം ഇത് പിടിച്ചു നിർത്തുന്നുണ്ട്. അത് നിങ്ങൾ ആ ഭാഗത്ത് ചിന്തിക്കാത്തത്. അതൊരു നിങ്ങൾ നോക്കി അപ്പുറത്തും മറ്റുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ വേദികളും നോക്കി, പിന്നെ മലബാറിൽ നോക്കി, മറ്റുള്ള ക്ലാസ് എല്ലാം ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ചർച്ച എന്നുള്ള പേരിൽ നമ്മളെ റൂം തുടങ്ങിയിട്ട് പോലും നമ്മൾ എത്ര സൂക്ഷിച്ചിട്ടില്ല. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വലിയൊരു ശതമാനം ഇപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണ്, ഇത് അംഗീകരിക്കുന്നുണ്ട്, നന്ദിയുണ്ട്. അതേ സമയത്ത് ഇവിടെ ഈ കുറെ ആലിക്കുട്ടി പൈസകളുണ്ടേ, ഇപ്പൊ പൈസ കിട്ടിയത് മാത്രം പറയുന്നേ. നമ്മളെ അവൻ മാനസിക അവർക്ക് അറിയാത്ത ആളുകൾ നമ്മളോടിങ്ങനെ കുറ്റപ്പെടുത്തുക. ഓരോട് തുറന്നു പറയാൻ പറ്റില്ല. ഓരോട് നമുക്ക് കുറെ മുഖ്ലിസികളായ ചില ആളുകളോട് ചില കാര്യം തുറന്നു പറയാൻ പറ്റുള്ളതാണ് നമുക്കറിയൂടെ. അത് ചിലപ്പോൾ എന്താ വേറെ എന്തെങ്കിലും വിസ്ഫോടനം ഉണ്ടാവുന്നതുകൊണ്ട് എന്തായാലും ഓരോ ഉത്തരവാദിയല്ല ഇതിന്. ഓരോ ഇതിന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഉത്തരവാദിയല്ല, ചെയ്യിച്ച ആളുകളുടെ ഉത്തരവാദിയാവണോ? അവനോട് വിഷയം പറയുന്ന നിങ്ങൾക്ക് ചുരുങ്ങിയത് ഏത് വിഷയം? മൂപ്പരോട് പറയും നിങ്ങൾ മേലാലും മൈക്കെടുത്തിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കരുത് എന്നൂടെ. അവർ ഈ ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. നമ്മൾ ആ വിഷയം ഇവിടെ നിർത്തിയ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഹക്കോ പാർട്ടിയിലെ മറ്റൊരു വിഷയം, ആ വിഷയം മേലാലും അങ്ങനെ ഒരു തീരുമാനം പാസ്സാക്കാൻ കഴിയും. അല്ല, ഞാൻ ചെയ്യട്ടെ. എല്ലാ അവസ്ഥ ഞാൻ പറയാം, നമുക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോ എന്തുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറെ സാധുക്കളുണ്ട്, അവരെ ഈമാൻ നഷ്ടപ്പെടാച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോ ഇത് അല്ലാന്ന് ബോധ്യപ്പെട്ടോണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതന്നെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും വികാരപരമായിട്ട് ഈ വിഷയം അതാണെന്നും അതിന്റെ അതിലും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളുകൾ അപ്പുറത്തും അതേ രൂപത്തിലാണ് കാണുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ ആവശ്യത്തിൽ നമ്മൾ പറഞ്ഞാണ്. നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യത്തിൽ വിളിച്ചു പൊന്മുളുസ്തവാണ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ അത് അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ ഈ ആലിക്കുട്ടിനെയും അല്ലാണ്ട് പിന്നെ കീശേരിനും ഒന്നും ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാ, ചെയ്യാൻ പറ്റുന്ന വിഷയം ചിന്തിക്കും.
അതാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്, ആരോട് അസർ ഉസ്താദിനോട് ഇപ്പം ചോദിച്ചത്. അങ്ങനെ ഒരു ടീം നമുക്ക് നിലവിൽ ഇപ്പൊ ഇങ്ങനെ പോകുന്നതെന്ന് പറയപ്പെടുന്ന ടീം മുസ്ലിങ്ങളായ ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് രംഗത്ത് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. അത് രംഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക് ചെയ്തിട്ട് ഇങ്ങനെ ചർച്ച ഉണ്ടാകുന്നുള്ളതല്ല നമ്മളെ വിഷയം. ഈ രണ്ട് വിഷയം, ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇനി ഈ വെള്ളക്കച്ചവടം ചെയ്യുക, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നഷ്ടം ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇതിന്റെ പേര് പറഞ്ഞ് നമുക്ക് പത്ര ആവശ്യമുള്ളൂ. ഇവര് പരസ്യമായിട്ട് ഒരു കാലത്ത് നിർത്തൂല ഉറപ്പ്. ഈ പരസ്യമായിട്ട് ഇനി ഇതിന്റെ പേരിലൊരു ഇതുണ്ടാക്കണം, ഉണ്ടാക്കരുതെന്നുള്ള ഞാൻ കാണുന്നു. അല്ല, ഈ വേസ്റ്റാറിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം. ഇന്നത്തെ എന്താ ഇക്വാലിറ്റി കളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ചോദിക്കുന്ന വിഷയങ്ങൾ ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇയാളൊക്കെ ചില്ലറക്കാരനാ. വേസ്റ്റാർ ഒരു കഥ പറഞ്ഞ കസീരിസ് ഞാൻ ഒരു സമ്മേളനത്തിന് ഈ വേസ്റ്റാർ ഉണ്ടല്ലോ, ഈ പിന്നെ തോട്ടുമുഖത്തിന്റെ മനസ്സിലായി അഭി വന്നിട്ട് പരിഭാഷപ്പെടുത്തി കൊടുത്തു ഷെർഫ് മർക്കസ് സമ്മേളനത്തിന്. എന്നിട്ട് രസം കേക്ക്, ഫലസ്തീൻ അറബിനെ സാധാരണ നമ്മളൊരു കൊണ്ടുകൂടിയോ നിൽക്കുന്ന നെടുമ്പാശ്ശേരിയിലെ കരിപ്പൂരില്ലേ, അതെ. വേസ്റ്റാർ നേരെ പോയ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ബാംഗ്ലൂർ ആക്കിയ മൂപ്പര് ബസ്സിക്കെത്തി വേസ്റ്റാറ് സലാം പറഞ്ഞു തുടങ്ങി. 1000 മിനിറ്റ് നടക്കലുണ്ട്. ഇന്ന് ശരിക്കും മറ്റേ ന്യൂസ് റീഡറില്ല, നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു പെണ്ണ് അവളെ പേരെന്തേനും പഠിച്ചോനെ വീണിയാ വയലിന് എന്തോ സാധനം ഓള് ചുള്ളിക്കോട്ട് പോരിച്ചു. ഇൻഡേഷൻ ചോദിച്ചു പിന്നെ ഡോക്ടർ ചുള്ളിക്കോട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാവും. മൂപ്പര് അത് നല്ല തന്ത്രപരമായിട്ട് സ്കിപ്പ് ചെയ്യാം. മൂപ്പര് എന്തിനാ തുർക്കിയിൽ നിന്ന് വന്ന ആള് കൊടുത്ത ബുക്കിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ ബുക്ക് എന്തെന്നാ ഈ പറയുന്നത്. അതിന്റെ അടിയിൽ തന്നെ പിന്നെ വ്യക്തമായ ഇതിൽ കത്തിയ ഒരു തെളിവ് ഇല്ലാത്ത കാലത്താണ് സ്ഥിരപ്പെടുക. മറുഭാഗം പറയുന്നുണ്ടല്ലോ നമ്മള് 100 തെളിവ് കൊടുക്കുക ഇതല്ലാന്നല്ലേ. വെറുതെ എന്താ പറഞ്ഞു വഷളാന്നല്ല ആളുകളുടെ മുമ്പിൽ എന്തിന് പൊട്ടന്മാരെ കുറെ ആൾക്കാർ വന്നിട്ട് കൂടുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പോ ചർച്ച ഇന്നിപ്പോ സാധാരണക്കാരായ ചില ഒരു 5-6 ആളുകൾ ഭയങ്കര സജീവ ആളുകൾ എന്നോട് ചോദിച്ചിട്ട് ഈ വിഷയത്തില് അവരൊക്കെ അടർച്ച വെച്ച് നിൽക്കുന്ന ആളുകളാണ്. നമ്മളെ റൂമിലാ സാധാരണക്കാരല്ലേ? നമ്മളെ റൂമിലാ നമ്മളെ റൂമിൽ കേൾക്കുന്നുണ്ട്, അല്ലാതെ ഉള്ള സംഘടനാ പ്രവർത്തകരായ ഷെറഫ്. ഞാൻ അതിന്റെ ഹുക്കുമും കാര്യമൊന്നല്ല പറയുന്നത്. അയാള് പലവട്ടം ഞാന് അവിടെയുള്ള ഒരു ഫലസ്തീനെ വിളിച്ചപ്പോഴും ഫലസ്തീനല്ല സിറിയക്കാരനെ വിളിച്ചപ്പോൾ അസിരിസ്ഥാൻ കേട്ടോന്നറിയില്ല. ഞാൻ മുമ്പ് ഗ്ലോബലിന് വേണ്ടി ഒരു ക്ലിപ്പ് പിന്നെ ഹസറുജയി ബന്ധപ്പെട്ട് സിറിയക്കാരനെ വിളിച്ചിരുന്നു. ഒരു കുട്ടിന്റെ മുടി ഈ മുടിയിൽ വീണപ്പോ അല്ല അത് ഒരു കുട്ടിക്ക് ഭ്രാന്ത് തോന്നുന്നു. അയാൾ പറഞ്ഞ വിഷയം ഇങ്ങനെ ഭ്രാന്ത് വന്നപ്പോ എന്ത് ചെയ്ത് ഒരു ഷെയർ മുബാരക്ക് എടുത്തിട്ട് ഈ കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുത്താല് ഹസറുജി ക്ലിപ്പ് കയ്യിലിപ്പോ ഉണ്ട്. അപ്പൊ ഇത് തലയിൽ വെച്ചു കൊടുത്തപ്പോ എന്തായി ഈ മുടി കുട്ടിയുടെ മുടിയിൽ ആകെ മിക്സ് ആയിട്ട് വേർതിരിക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നു. അങ്ങനെ ഈ കുട്ടിയുടെ മുടി മൊത്തം വെടിച്ച് അതായത് കട്ട് ചെയ്ത് ട്രിമ്മർ ഉപയോഗിച്ചിട്ട് എന്നിട്ട് എല്ലാ മുടിയും കൂടി തീയിലിട്ട് എന്നിട്ട് ഒരു മുടിയായിരുന്നു വേർതിരിഞ്ഞ് കിട്ടി. ആ കഥ പറഞ്ഞത് ഇയാൾ ഒന്നായിട്ട് ഉള്ളൊരു സിഡിയക്കാരനാണ്. അത് ഇയാൾ പറഞ്ഞ കഥയായിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും മഷൂറായ ഒരു സംഭവം ഇയാളെ കയ്യിലുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈമാൻ സലാമത്താന്നൊരു വിഷയമല്ലേ ഷെർഫു? അല്ല നമ്മളാ വിഷയം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പരസ്യമായിട്ടൊരിത് നടത്തിയാൽ കേൾക്കണ്ട ഞാൻ പറയേ, അതായത് ഇന്ന് ഇസ്ലാമിന്റെ മറ്റേ പ്രബോധനം നടത്താൻ ഏറ്റവും വലിയ അവസരം ഇത്. എന്തായാലും ഇപ്പൊ ഓലിക്കാർക്കും വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇതൊരു ഒറിജിനൽ തെളിയിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ മീഡിയയുടെ മുന്നിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? സുഹൃത്തെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊന്നും പോലെ തയ്യാറാവില്ല. നിങ്ങൾ വേറെ പണി വല്ലതുണ്ടെന്ന്. അതെ അതെ അത് പറയാം. ഇവരിന് മേലാലും നോണ പറച്ചിൽ നിർത്തുന്നുള്ള വാക്ക് എനിക്ക് വേറൊന്നും വേണ്ട. ഞാനവരോട് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു. അതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടോ നമുക്ക് ചോദിക്കാം. സത്യം പോരാ.
കഴിഞ്ഞതിലോല് തോപ ചെയ്യൂല. എനിക്ക് ഇവരെ പറ്റി അറിയാം, നമുക്ക് ഈ വേഷാറിനൊക്കെ അറിയാം. നമ്മൾ നാടൻ വർത്താനം പറയല്ലോ, ഒരു കളവ് പറഞ്ഞാൽ നീർത്താൻ 1000 കളവ് പിന്നെ പറയുന്നു. ഞാൻ അതിന്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്തൂടെ, അതായത് ഒന്ന് UAE ഔക്കാഫിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലെറ്റർ കിട്ടൂടെ? അതുകൊണ്ടെന്താ കാര്യം? അതിനും ഞാനില്ല, എനിക്കതിലും താല്പര്യമില്ല. ഷെറഫ് ഈ രണ്ടിലൊന്നും സംഭവിക്കും. ഞാൻ ഒറ്റ വാക്കി പറയാം. ഔക്കാഫിൽ ലെറ്റർ കൊടുത്താൽ ഒന്നുകിൽ പോലും പറയും അത് ആണെന്ന് പറയും, അല്ല എല്ലാന്ന് പറയും. ആണെന്ന് പറഞ്ഞാൽ കാന്തപുരം വിഭാഗത്തിന് ഒന്നുകൂടി ശക്തി കൂടി, കണ്ടില്ല UAE ഔക്കാഫ് പോലും ഇത് പറഞ്ഞെന്ന് പറയും. ഇനി അല്ലാതെ പറഞ്ഞാൽ പറയും അത് മിസറിലെയും സൗദിയിലെയും വഹാബികളാണ് ഔക്കാഫില്ല, അതുകൊണ്ട് പോലും സ്വീകരിക്കില്ല എന്ന് പറയും. അല്ല അങ്ങനെയുള്ള സ്ഥായിൽ മൂന്നാമതൊരു മറുപടിയിൽ വരുമോ? അതെ, അങ്ങനെ തന്നെ ഉണ്ടാവും. അതേ വരുള്ളൂ. നമ്മൾ വെറുതെ ഈ മെനക്കെടുന്നതിന് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുള്ള എന്താ മാർഗമുണ്ട് നോക്കുന്നത്. എല്ലാം വേണ്ട. പിന്നെ ഹസരജ് മൂപ്പർ കോഴിക്കോടൊന്നും പ്രസംഗിച്ചാൽ നിങ്ങൾ ഒരു 2-3 ആളെ നിങ്ങൾ സെറ്റാക്കുമോ ഷെറഫും? ഹസരജിന്റെ അടുത്ത് അയാൾ മാന്യമായിട്ട് അയാൾ ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലേ, അയാളുടെ അടുത്ത് പോയി ഇതിന്റെ നിജസ്ഥിതി അറിയണമെന്ന് ചോദിക്കാൻ പറ്റി തന്റെ ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നിങ്ങളോട് ഞാൻ അന്ന് പറയേണ്ടത് ഷെർഫിനെ ശക്തമായി ബ്ലോക്ക് ചെയ്തത്. സത്യത്തിൽ ഞാൻ അബുദാബി പോയി എന്റെ മുഖ്യ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തിനായിരുന്നു. പിന്നെ പഠിച്ചോന്റെ കലാവ് ഞാൻ ജയിലിൽ കിടക്കാൻ ഇങ്ങനെ ഡിങ്കോ ഡൽഫി കുറെ ഇടങ്ങാറായോണ്ട് പിന്നെ കാര്യം നടന്നില്ല, അയാളെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഉസ്മാൻ സഖാഫി ഒരു വട്ടം അവിടെ പിടിച്ചു. അല്ല, നമ്മൾ അതൊന്നും ശരിക്കും നമ്മളെ പരിധിപ്പെട്ട വിഷയങ്ങളൊന്നല്ല. എന്നാലും അത് ആ വിഷയത്തിൽ ഞാനോ നിങ്ങളോ പോയി പരിശോധിച്ചിട്ട് എടുത്തുകൊണ്ടൊരു കാര്യമില്ല. അയാളെന്തോന്ന് ഞാൻ എന്ത് പറഞ്ഞോ നിങ്ങൾക്ക് ജയമാനത്ത് പോയിട്ട് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കാനായത്? നമുക്ക് ഉറപ്പില്ലേ? അതിപ്പോ നിങ്ങൾക്ക് അല്ലാണ്ട് എന്നെ നിങ്ങൾ പറഞ്ഞില്ല ആണെന്നുള്ളത്, ഇതും അതാണെന്നുള്ളത്. അത് ഊഹയില്ല. എന്നല്ലാതെ അതിലപ്പുറത്ത് ബഹർപ്പന്ത അതിലപ്പുറം ഇപ്പൊ അള്ളാഹ് റസൂലിന് ഇപ്പൊ വന്ന് പറയാൻ പറ്റും ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എന്ത് നിങ്ങൾ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഏതെങ്കിലും 2-3 ആളെല്ലാം ഈ വിഷയത്തിന് എന്താണ് നമുക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യിക്കാൻ പറ്റുമെന്നറിയാം. സമസ്ത ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കും. നല്ല കാര്യം. സമസ്ത മീൻസ് AP മീൻസ് സമസ്ത. പിന്നെ ആരെയും അന്വേഷണം നടത്തണ്ടേ? എല്ലാ വിഷയങ്ങളും ആരെയും ഹൈജാക്ക് ചെയ്യാൻ മാത്രം മൂപ്പർ വളർന്നിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിൽ കുറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ളത് എന്റെ ഷെർഫ് ഈ നിരപരാധിയുള്ള ആളുകൾ പറയുന്ന സംസാരിക്കണ്ട. 40 മുഷാവറ മെമ്പർമാർ അംഗീകരിച്ചില്ലേ? തങ്ങന്മാരില്ലേ? മൊയ്ലാമാരിൽ ഇല്ലില്ലേ? ഇതാണ് ചോദ്യം. നിങ്ങളറിയോ ഇത് വാങ്ങി കിട്ടി എന്ന് പറയുന്ന AP ഉസ്താദ് 8 കൊല്ലമായിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു വിഷയമാണ്. അതായത് നിങ്ങൾ എന്തുവാണെന്ന് വിഷാദാസന് പണ്ട് പ്രസംഗിച്ചില്ലേ, നമുക്ക് ആരെക്കൊണ്ട് നമ്പർ തറവിനെ കുറിച്ച് എനിക്ക് നേരെ ഇല്ല എത്തിസ്ഥാൻ അവിടെ ഉണ്ട് പറഞ്ഞപ്പോ ഓടിപ്പോയത് എന്തേ ബോംബെയിലേക്ക് പോവാത്തേന്ന് ചോദിക്കണോ? റഷാദത്തിന്റെ ഒരു പ്രസംഗത്തിലാണ് ആ റസൂൽമാന്റെ ഷെയർ മുബാർക്കായിട്ട് പോലും നിങ്ങൾ പോയില്ലാന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. 5-8 വർഷമായിട്ട് നമുക്ക് സമയം കിട്ടാതുകൊണ്ട് പോയില്ല. അതാണ് ഇങ്ങനെ നമ്മളെ വ്യത്യാസം. ബഹുമാനപ്പെട്ട അവിടെ ഉണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിച്ചെന്നോ ഈ കേരളത്തിൽ നമ്മൾ പിന്നെ ചെറുപ്പോ എവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടോ സാർ? എവിടെ രജിസ്റ്റാർ ഉണ്ട് മൂപ്പര്. പിന്നെ റിസാല എഴുതാണ് ഇപ്പൊ. എന്താ അടുപ്പിലെ റിസാല എഴുതുന്നത്? അതപ്പോ കയറുള്ളത് മനുഷ്യനൊരു കാര്യപ്പെട്ട ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് റിസാല എഴുതാൻ അല്ല മൂപ്പര് സ്കൈപ്പിലിരുന്ന റിസാല. എന്താണ് ലെറ്റ്സ് ടോക്ക് അല്ല ട്രാൻസ് അല്ല. പിന്നെ ചെറുപ്പോ എനിക്ക് മൊത്തത്തില് ഉള്ള വിവരങ്ങളോട് മനസ്സിന്റെ ഉള്ളിലുള്ള തുറന്നു വരാട്ടോ. നിങ്ങളത് പുറത്തേക്ക് ലീക്കാക്കി കൊടുക്കാനും പാടില്ല.
ഞാൻ ഈ ഗ്രൂപ്പിസത്തിൽ നിന്നൊക്കെ മാറാനുള്ളൊരു താല്പര്യത്തിലൊക്കെ ഉണ്ട്. അതിപ്പോ ഗ്രൂപ്പൊന്നും വേണ്ട, സംഘടന വേണ്ടെന്നല്ല, സംഘടനയൊക്കെ നടന്നോട്ടെ, അതിന് ഞങ്ങൾ എതിരല്ല, അത് നടത്തുന്ന ഈ ഷെയ്ക്ക് വേണ്ട. കുറ്റിപ്പുറ ഉസ്താദും കുറ്റിപ്പുറ ഉസ്താദൊക്കെ പോയ വൈക്കിങ്ങനെ അതിപ്പോ അതിപ്പോ നിങ്ങളിപ്പോ ഈ പറഞ്ഞ വാദം ഒസാരി മാമ കുട്ടിനോട് പറഞ്ഞ പോലെ പിന്നെ ഒരു പുതിയ ഗ്രൂപ്പിലേക്കുള്ള വർത്താനല്ല, ഒരു ഗ്രൂപ്പും വേണ്ടെന്ന് പറയുന്നത്. ഞാൻ ആരെയും ഗ്രൂപ്പ് വിളിക്കുന്നില്ല, ഞാൻ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആണെന്നും വിളിക്കുന്നില്ല. അല്ല, ഞാനിപ്പോ അതിലേക്ക് നമ്മളിപ്പോ ഗ്രൂപ്പ് രൂപീകരിക്കും, നമ്മള് അറിഞ്ഞ ആളുകളൊക്കെ എന്തെങ്കിലും ഈ വിഷയത്തിൽ നേരിടുന്ന അപ്പുറം മറുഭാഗത്തുള്ള ഒരു വലിയ ഭീമനാന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ നമ്മളെ പോരായ്മകളും നമ്മളെ ന്യൂനതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളൊരു ചർച്ച അതിനെ പ്രസക്തി. ഇനി പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയം നമ്മളെ തൊള്ള കൊണ്ട് അനങ്ങുന്നു പോകാത്ത രൂപത്തില് ഉള്ളിലൂടെ ആരെയൊക്കെ പിടിച്ചിട്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇതെവിടെ എത്തിക്കാൻ പറ്റുമെന്നുള്ള മാത്രം ചിന്തിച്ച്. അതായത് ഇപ്പൊ ഞാനറിയാം എനിക്ക് ഇന്ന് 3 കോളാണ് നാട്ടിന്ന്. ആരൊക്കെയാണ്? അതായത് ഒന്ന് എന്റെ മഹലിൽ പുറത്തുനിന്ന് ഒക്കെ ആയിട്ട് ഈ എന്നോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പ് കൂട്ടുന്നുള്ള അഭിപ്രായമാണ് ഇപ്പൊ പല സ്ഥലത്തുനിന്ന് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളെ പറ്റി പ്രചരിപ്പിക്കുന്നു, നിങ്ങളിപ്പോ എന്താ ചെയ്തതിന്? എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറയാൻ കഴിഞ്ഞ. നിങ്ങളെ കണ്ണുകൊണ്ട് സാക്ഷിയല്ലേ അതിൽ സാർ, നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് 2 സാധുക്കൾ എയർപോർട്ടിൽ ഓടി വന്ന് നിങ്ങൾ കണ്ടല്ലേ? പിന്നെ അതൊക്കെ പ്രചരണമായില്ലേ? അപ്പോ അല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ആരും പുറത്ത് നമ്മളാവേണ്ട കാര്യം പറഞ്ഞോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെ വന്നിച്ചാൽ അത് ആരും എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ഈ കണ്ടിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാഴ്ചപ്പാട് വരാണ് കൂടുതലായിരുന്നു. ഒരാളെ കുറിച്ച് സുൽത്താനെ കുറിച്ചാണെങ്കിൽ സുൽത്താനെ കുറിച്ച് മറ്റുള്ള ആളുകളെ കുറിച്ച് അതിനെല്ലാം എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു മിതത്വം എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. എപ്പോഴും നമ്മള് ക്ലാസ്സിലെടുത്ത് അപ്പൊ എന്ത് ചെയ്യുന്ന ഇങ്ങനത്തെ വിഷയങ്ങളാണ് നമുക്ക് മനസ്സിനെ താങ്ങാൻ പറ്റൂല. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ വരും, പ്രശ്നപ്പെടാം. നമ്മളൊക്കെ നിങ്ങൾ 2 വീക്ഷണമാണ്. നിങ്ങൾ പറഞ്ഞ മാനസികമായ ചാപല്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനല്ല, ആ രൂപത്തിലെല്ലാം പറഞ്ഞത്. ഒരാളെ പറ്റിപ്പോ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ആയിരിക്കും അറിയാമോ? ഇതില് ഏറ്റവും കൂടുതൽ ഈ വിഷയം ബോധ്യപ്പെട്ട എഫക്ട് ചെയ്യാനാണെന്ന് ഈ പുസ്തകനെ കുറിച്ച് ഒരു വലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കണ്ടൊരാളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറയാം. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയം എഫക്ട് ചെയ്യുക എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പിടിച്ചാൽ നിൽക്കാൻ കഴിയില്ല. നേരത്തെ ഞമ്മക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാനസികമായ ഒരവസ്ഥ ഉണ്ട് ഒരാളെ കുറിച്ച്. ഇനി എത്ര എവിടെ എത്തിക്കഴിഞ്ഞാലോ കാരണം നമ്മളെ ശരീരത്തിന് ഇപ്പൊ അവരുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ CM-നെ കുറിച്ച് കുത്തുബില്ലാനും എന്നൊക്കെ സാധാരണ പറയാറുണ്ട് പല ആളുകളും. പക്ഷെ അവിടെ സമ്മതസ്ഥ എന്ന് പറഞ്ഞ ഇസുദായത് ഞാൻ ആ അഭിപ്രായക്കാരനാണ്. പൊന്മസ്താല്ലാത്തൊരീക്കത്ത് പല വിഷയങ്ങളിലും ഞാൻ കാരണം അതുകൊണ്ട് ഇവരെ നമുക്കൊരു പെരുത്തുകൾ ഉണ്ടാവില്ല. അതിന് ഇപ്പൊ CM-നെ പോലുള്ള മഹാന്മാരടക്കുന്നത് നമുക്കൊരു പെരുത്തുകൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ശരീരത്തിന്റെ ഇതിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ചൊരാള് എന്തിനെ കുത്തുവെന്ന് പറഞ്ഞത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആളോട് മറ്റുള്ള ആളുകളോട്. അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മിതത്വം നമുക്ക് ആ വിഷയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി പന്ത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. എന്തുകൊണ്ട് നിന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്നാൽ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങള് നമ്മളെ നിലവിലുള്ള എത്ര വലിയ പണ്ഡിതന്മാർ ആരാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനുണ്ടായേക്കാവുന്ന ചാബല്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇനി എത്ര നമ്മൾ ഇതായിക്കാണെങ്കിലും ഉണ്ടായേക്കാം എന്നൊരു കാഴ്ചപ്പാടോടെ കാണുമ്പോ കുറെ വിഷയങ്ങൾ ചാപല്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പറഞ്ഞ് എനിക്കുണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഉണ്ടാകാം എന്നുള്ള സാധ്യത വെച്ച് കാണുമ്പോ തന്നെ
നമുക്ക് കുറെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എത്ര വിഷയം വന്നു കഴിഞ്ഞാലും. അതെ, ഞാൻ നിങ്ങള് ഇതിന് മാർഗം ഉണ്ടാവും. അതായത് കുറച്ച് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്റെ ഷെർഫ് കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഓല് ചെവിയിൽ കുശു എന്നോടും നിങ്ങളോടും അസീർസ്ഥാനോട് പറയും, ഞാൻ റെഡിയാണ്. ഈ പുലിക്കൂട്ടിൽ ആര് കേറൂന്നല്ലാണ് വിഷയം, അവിടെയാണ് മർമ്മം. പുലിക്കോടല്ല, നരിക്കൂട്. കാരണം വെച്ചാൽ നിങ്ങളോട് പറഞ്ഞില്ലെന്നറിയാം, ആളെ പേര് ആരും പുറത്തുള്ള ആളില്ലല്ലോ. മീറ്റിംഗ് വിളിച്ചില്ലല്ലോ, മീറ്റിംഗ് വിളിച്ചില്ലേ? എത്തിയില്ല. നാളെ മീറ്റിംഗ് വിളിച്ചു ഈശാനോട് ചോദിച്ചത് മീറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇവിടെ രണ്ടാളെ പുറത്തുള്ള രണ്ടാളേ ഉള്ളൂ. ചെറൂപ്പ് ഉസ്താദും മറ്റേ കൂട്ടൂരും. ചെറൂപ്പ് ഉസ്താദ് യഹിയാവൂരും മുദ്ദീൻ വരെ തുള്ളി അത് കേട്ടപ്പോ. എന്താ പറയാ, അതായത് യഹിയയില് കുറെ മൗലൂആയ ഹദീസുകളില്ലേ, അതുകൊണ്ട് റസാലി ഇമാമ് മോശക്കാരനാവോന്ന് മുമ്പ് ഖിയാസാക്കുന്ന ഈ വിഷയത്തിലേക്ക്. പിന്നെന്താ പറയാ, എന്താ ഖിയാസ്? ഗംഭീര ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾക്ക് അതാ പറഞ്ഞത്. ഈ നാളെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലാണ് വെസ്റ്ററിക്കുന്ന പൂച്ചക്കാരെ മണി വെസ്റ്റാറിനെ ഒരുപാട് വിഷയങ്ങൾ അനുഭവമുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ ഇന്നാളെങ്ങോട് പറയല്ലേ ഒരു വിഷയം, അതിന്റെ ഒരു വിഷയം ഞങ്ങളോട് പറയല്ലേ, ഒരാള് ഉസ്താദിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് അന്നൊക്കെ തന്നെ പട കിട്ടി ഒരു ഇതിന് സംബന്ധമായ വിഷയം പറഞ്ഞിട്ട് അല്ല, നാദാപുരത്തുനിന്ന് കല്യാണം കഴിച്ച എന്റെ നാട്ടുകാരനായ താരുവേ. പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഇത് ഈ അനുഭവമുള്ള എന്റെ അടുത്ത് അങ്ങനെ വിഷയം പറയുമ്പോ എന്താവില്ല, നേരം ഞമ്മക്ക് ഇഷ്ടത്തോളം ഒരു കാഴ്ചപ്പാടില് പരിമിതി ഉള്ളതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നതോടെ കൂടെ തന്നെ മറ്റൊരു കൂടി കേൾക്കാൻ എന്ത് ചെയ്യും പറ്റും. മനസ്സിന് പാകമുള്ള മനസ്സാണ്. പൊന്മുള ഉസ്താദ് 39, ഒന്ന് ഷെയ്ഖുനി 40. 38 ആളും ഈ വിഷയത്തിൽ എ പി ഉസ്താദിനെതിരെ മുണ്ടാൻ തയ്യാറല്ല. വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഉസ്താദ്, എന്തെന്നറിയാം? അതായത് പൊന്മുള ഉസ്താദിനെ പോലുള്ള ആളുകളെ അപ്രിയരായി കാണുന്ന ചില ആളുകളുണ്ട്. ഉണ്ടല്ലോ, അവരെ ഒന്നും അല്ലാതെ ആക്കണമെന്ന് വിചാരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എന്താ അങ്ങനെയുള്ള ആളുകള് ഇപ്പൊ പല വിഷയങ്ങളായിട്ട് ഉസ്താദിനെ പോലുള്ള ആളുകളെ ഉസ്താദിനെ രീതിയിൽ രംഗത്തിറക്കിയിട്ട് വിഷയം പറയിപ്പിക്കാം. എന്നിട്ട് അവിടുന്ന് ഓലങ്ങ് മുങ്ങുക. എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഉസ്താദിനായി ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഒരു 3-4 ചാൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉസ്താദ് അല്ലാതാവും, ഒന്നും അല്ലാതെ ആക്കാനുള്ള ഒരു ശ്രമം ചെയ്യുന്നുണ്ട് എന്ന് നടത്തുന്നുണ്ട്. അതിപ്പോ ഉസ്താദിന് ഏകദേശം ഒരു തിരിച്ചറിവ് ആ വിഷയത്തിൽ ഉണ്ടാവുകയും എപ്പോ തുടങ്ങിയൊന്നുമല്ല, എല്ലാം അമ്പുണ്ടായി. അല്ല, സംഭവം അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവ് അവസാനം അപ്പൊ വന്നിട്ടുണ്ട് അടുത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ കൈകാര്യം ചെയ്താലൊക്കെ ആകുക എന്നുള്ളതിൽ ഒരു എത്തും കൂടി കിട്ടാതെയാണ് വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരു വസ്തുതയാണ്, എന്ത് ചെയ്യുന്നുള്ളതാണ്. പണ്ട് നമ്മളെ ഉസ്താദിനെ പറ്റി താറാറിഞ്ഞത് അറിയാം, ടി ഫാൻ കേട്ടോ നിങ്ങള്? മൂപ്പരുള്ളത് തുറന്നാണ് പറയും. നിങ്ങളിപ്പോ ഈ പറഞ്ഞ സംഗതി മൂപ്പർക്ക് ലാശ പറ്റി ഉണ്ടാവും. അല്ല, അത്ര വിഷയം അല്ല, അങ്ങനെ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ ഞാൻ നിങ്ങളോടും തന്നെ എന്ത് ചെയ്യുന്നത്. നമ്മളിപ്പോ നിങ്ങൾ എല്ലാം കൊണ്ടും പിന്നെ ഉസ്താദിയത്തും എല്ലാം കൊണ്ടും നിങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മളിങ്ങനത്തെ ആ വിഷയം സൂചിപ്പിക്കേണ്ടതല്ല. പിന്നെ നമ്മളെ ഒരു മാനസികമായ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്ലാസ് റൂമിലായിരിക്കും മറ്റു വിഷയങ്ങൾ. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സാർ. പക്ഷെ വേറെ ഞാനതിന് പൊന്മുള ഉസ്താദിന്റെ ആ ഒരു റേഞ്ചിലല്ലല്ലോ. എനിക്കിപ്പോ ഒന്നും നഷ്ടപ്പെടാൻ ചെല്ലണം. ഇങ്ങോട്ട് തോന്നുന്നല്ലേ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നഷ്ടപ്പെടാനുള്ളത്. അതെന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തിപരമായിട്ടായില്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടപ്പെടാനുണ്ടാവില്ല. അതിപ്പോ നഷ്ടപ്പെടാനില്ല ഇപ്പൊ നിങ്ങളിപ്പോ പറയും. പക്ഷെ അത് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ പറഞ്ഞാല് അത് നിങ്ങൾക്കും നഷ്ടമാണ്, സമൂഹത്തിനും നഷ്ടമാണ്. അതിന് അവസരങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ.
ഷെർഫു ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങള് പിന്നെ ഷെയ്ഖുന ഇതിന്റെ തുടക്കത്തില് കോമ്പസിന്റെ അടുത്തുള്ള ഒരു പിന്നെ എന്താ പറയാ ഹോട്ടലാ ടവറാ ഹോളോ അവിടെ ഈ പ്രഭാഷകരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അതായത് നിങ്ങൾ 4 അതെ 16 നിലക്ക് പറയണ്ട വെച്ചിട്ട് അന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ 80% ഏലംകുളവും 10% മറ്റേ ഇയാളും ആര് പത്തപ്പിരിയും. വേറെ ഒരു കുട്ടി മിണ്ടുന്നില്ല. അതിലാരോ ഒരിക്കൽ ചോദിച്ചല്ലോ ഉസ്താദെ നമുക്ക് ഇതൊരു പരീക്ഷണം നടത്തിക്കൂടെ എന്ന് വെച്ചപ്പോ എന്താ ഇത് പരീക്ഷണം നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവരൊക്കെ അടങ്ങി. ഇങ്ങനെ നിങ്ങൾ പറയാം ആരാ ഇത് ചോദിക്കാൻ പോയിട്ടില്ല. നിങ്ങളറിയോ ഞാനിപ്പോ സുന്നിയല്ല ഞാൻ മുനാഫിക്കാന്നൊക്കെ മുമ്പിൽ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അതിനെന്താ കാരണം? ഞാൻ ചെയ്ത തെറ്റ് ഞാൻ പൊന്മോൾ ഉസ്താദിനോട് വിഷയം പറഞ്ഞു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പറഞ്ഞേ ആര് അതാരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞെന്നാ ഒക്കെ പറഞ്ഞിരിക്കുന്നു ഷെർഫോ. അത് വിട്ടേക്ക് ഷെർഫോ. ആളെ പേര് നിങ്ങൾ അന്വേഷിക്കണ്ട, ആളെ പേര് നിങ്ങൾ ചോദിക്കണ്ട. മൂപ്പരായാലും വലിയൊക്കെ പറയും വിഷയം പിടിങ്ങളും. അല്ല ചോദിക്കാൻ ജസ്റ്റ് പുറത്ത് എവിടെ വിട്ടെന്ന് അതിന് സാക്ഷികളെ വേണമെങ്കിൽ ഞാൻ നിർത്തും. അതിന് സാക്ഷികളെ വേണമെങ്കിൽ ഞാൻ തരാം. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. എന്തിനാ പറയാം മൂപ്പര് കഴിഞ്ഞ ആഴ്ച ഇയാളോട് പറഞ്ഞെന്തോ ഷീരജിനോട് ഓൻ കണ്ടോലൊക്കെ ഫോണ് വിളിച്ചിട്ട് പറയുന്നു. ആരായി കണ്ടോല്? പൊന്മള പേരോട് ഇവരോട് ഫോണ് വിളിച്ച് പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ സബൽ മൂവിക്കത്തപ്പെട്ട തെറ്റായിട്ട് മൂപ്പര് എണ്ണിയത്. ഓ നമ്മളാളല്ല. കുഴപ്പമൊന്നുമില്ല മൂപ്പര് എന്ത് പറഞ്ഞാലും. അതിനങ്ങനല്ല, അതിന് കണ്ടോളസ്താന്റെ വാക്കാണ് ഇത് അതിനുള്ള വാക്ക്. സംഭവം ഞമ്മളൊക്കെയാണ്. ഞാൻ ഏപ്പിട്ട ആളല്ല, ഏപ്പി എന്റെ ആളാണെന്നാണ്. അതൊക്കെ തന്നെയാണ് അവരൊക്കെ നേരത്തെ കാലത്ത് പോയത് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പറയുന്നു. പിന്നെ മൂപ്പരോട് നേരിട്ട് സംസാരിച്ച ഒരാളല്ല ഇപ്പൊ നമ്മളെ കൂടെ ഇരിക്കുന്നേ. മൂപ്പര് ഈ വിഷയം കണ്ട സത്യം ബോധ്യപ്പെടുത്തിയ സമയത്ത് മൂപ്പര് ഞാൻ മശായിഖന്മാരെ സ്വപ്നത്തിലൂടെ എനിക്ക് പറഞ്ഞെന്നല്ലേ പറയുന്നേ. പിന്നെന്തൊക്കെ ഞാൻ എത്രവട്ടം പറഞ്ഞത് അവിടെ അതിനിപ്പോ അതിന്റെ സംസാരിച്ചപ്പോ എന്താ മൂപ്പരെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞേ? തന്നെ ഞാൻ മൂപ്പരോട് തുറന്നു പറഞ്ഞല്ലേ ഷെർഫു ഞാനിത് വിശ്വസിക്കുന്നില്ല. മൂപ്പര് പറഞ്ഞതാ ഞാനിത് സുന്നത്തൊന്നും വിശ്വസിക്കുന്നില്ല. അതിന്റെ പേരിൽ ഞാൻ സുന്നത്തുമായിട്ട് പുറത്താകുമെന്ന് ഞാൻ ചോദിച്ചു മൂപ്പരോട്. മൂപ്പരെന്താ പറഞ്ഞത്? ഇല്ല അത് വിശ്വസിക്കണ്ട സുന്നത്തുമായിട്ട് പുറത്താകുന്ന എങ്ങനെ എനിക്ക് വരാൻ പറ്റുമോ? ഞാനാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളാണെന്ന് വിശ്വസിച്ചോളൂ. ഞാൻ ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ സംഘടനയെന്നോ സുന്നത്തുമായിരുന്നോ പുറത്താണോ ഞാൻ ചോദിച്ചു. തുറന്നു വെച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇജ്ജ് വിശ്വസിക്കണോ വിശ്വസിച്ചോ എനിക്കതിനുള്ള തെളിവുണ്ടാകാൻ മതി. ഞാൻ പറയുന്ന ഓക്കെ അതാണ് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി. അപ്പൊ ഇത് റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, നിർബന്ധിക്കരുത്. ഇല്ല 38 ആള് പറഞ്ഞാൽ ഒന്ന് പൊന്മുള ഉസ്താദ് 39, ഒന്ന് ഷെയ്ഖുനി 40. 38 ആളും ഈ വിഷയത്തിൽ എ പി ഉസ്താദിനെതിരെ മുണ്ടാൻ തയ്യാറല്ല.